1944 ഫെബ്രുവരി 2. ഈശോ പറയുന്നു, നീ വിവരിച്ച കാര്യങ്ങളിൽ നിന്നും 2 വസ്തുതകൾ ഉരുത്തിരിയുന്നു. ഇവ എല്ലാവർക്കും ബാധകമാണ്. ആദ്യത്തെ പാഠം: അരൂപിയില്ലാത്ത അനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു പുരോഹിതന് സത്യം വെളിപ്പെടുത്തപ്പെടുന്നില്ല. നേരെ മറിച്ച് ഒരു എളിയ വിശ്വാസിക്ക് അത് നൽകപ്പെടുന്നു. പുരോഹിതൻ എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെടുന്നു, ജഡത്തിനുപരിയായി ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെയുള്ള ആൾ അന്നു രാവിലെ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട ശിശു ആരാണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നാൽ അത് ഗ്രഹിക്കുന്നതിന് അദ്ദേഹത്തിന് ജീവനുള്ള അരൂപി ആവശ്യമായിരുന്നു. ഉറക്കം തൂങ്ങി മന്ദീഭവിച്ച ഒരു അരൂപിയെ, അത് മൃതമായതല്ലെങ്കിൽ കൂടി ആവരണം ചെയ്യുന്ന പുരോഹിത വസ്ത്രം അതിന് മതിയാകുകയില്ല. ആവശ്യമെങ്കിൽ ദൈവത്തിൻ്റെ അരൂപിക്ക് ഇടിനാദം മുഴക്കാൻ കഴിയും. ഏറ്റവും മന്ദീഭവിച്ച അരൂപിയെപ്പോലും ഇടിവാൾ പോലെ, ഭൂമി കുലുക്കം പോലെ ഉലച്ചുണർത്താൻ കഴിയും. എന്നാൽ സാധാരണയായി ദൈവസ്വഭാവത്തിലുള്ള പൊതുക്രമം തെറ്റിക്കാറില്ല. ഓരോ വ്യക്തിയിലും ഓരോ പ്രവൃത്തിയിലും ഈ ക്രമം മാറ്റാറില്ല. അത് വർഷിക്കപ്പെടാൻ അർഹതയില്ലാത്തിടത്ത് അത് പ്രചോദനം നൽകുകയോ സംസാരിക്കുകയോ ഇല്ല. അത് വർഷിക്കപ്പെടുക വളരെ അപൂർവമായിരിക്കും. അതിൻ്റെ പ്രകാശം പോലും പ്രത്യക്ഷപ്പെടുകയില്ല. എന്നാൽ ഇപ്രകാരമുള്ള വരദാനങ്ങൾക്ക് അർഹമായ സന്മനസ് കാണുന്നിടത്ത് അത് തൻ്റെ ദാനങ്ങൾ വർഷിക്കുന്നു. ഇപ്രകാരമുള്ള സന്മനസ് എങ്ങനെയാണ് കാണിക്കുന്നത്? കഴിവിൽപ്പെട്ടിടത്തോളം ദൈവത്തിനായി പരിപൂർണമായി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതം വഴിയായിട്ടാണ് അത് കാണിക്കേണ്ടത്. വിശ്വാസത്തിൽ, അനുസരണയിൽ, പരിശുദ്ധിയിൽ, ഉപവിയിൽ, ഔദാര്യത്തിൽ, പ്രാർത്ഥനയിൽ. അഭ്യാസങ്ങളിലല്ല, പിന്നെയോ പ്രാർത്ഥനയിൽ. അഭ്യാസവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ കുറവാണ് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം. ഒടുവിൽ പറഞ്ഞത് പ്രാർത്ഥന അരൂപിയും ദൈവവുമായുള്ള സംസർഗമാണ്. അതിൽ നിന്നും പുറത്തു വരുന്നത് പുതിയ ശക്തിയാർജിച്ച് കൂടുതലായി ദൈവത്തിൻ്റെതായി തീരണമുള്ള നിശ്ചയത്തോടു കൂടിയാണ്. ആദ്യം പറഞ്ഞവ അഭ്യാസങ്ങൾ, പൊതുവെയുള്ള തഴക്കങ്ങളാണ്. അവ പല ഉദ്ദേശങ്ങളോടെയാണ് നടത്തുന്നത്. ഈ ഉദ്ദേശങ്ങൾ സ്വാർത്ഥപരവും നിങ്ങളിൽ ഒരു വ്യതിയാനവും വരുത്താതെ നിങ്ങളായിരുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളെ വിട്ടുകളയുന്നവയുമാണ്. എന്നല്ല, കാപട്യം, മടി ഇവ മൂലം അവ നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശിമിയോന് നല്ല മനസ്സുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ സന്മനസ്സൊരിക്കലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവിലുള്ള വിശ്വാസത്തിന് അവിടുത്തെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശയ്ക്കും കുറവ് വരുത്താനോ ഇളക്കം തട്ടാനോ പ്രായാധിക്യത്തിനും ദൗർഭാഗ്യങ്ങൾക്കും കഴിഞ്ഞില്ല. കൂടുതലായി ദൈവത്തിൻ്റേതാകാനുള്ള അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തെ ക്ഷീണിപ്പിക്കാനോ വ്യത്യാസപ്പെടുത്താനോ ഒന്നിനും കഴിഞ്ഞില്ല. തന്മൂലം ദൈവം തൻ്റെ അരൂപിയുടെ കിരണമയച്ച് ദേവാലയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. ലോകത്തിലേക്ക് വന്ന പ്രകാശത്തെ അദ്ദേഹം കാണുവാൻ വേണ്ടിയായിരുന്നു അത്. സൂര്യപ്രകാശത്തിന് തൻ്റെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് വിശ്വസ്തദാസനായ അദ്ദേഹം കാണട്ടെ എന്ന് കരുതിയാണ് ആ പ്രചോദനം നൽകിയത്. എൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഞാൻ ആരോഹണം ചെയ്ത് തുറന്ന സ്വർഗത്തിലെ ദൈവിക സൂര്യനിലേക്ക് തുറക്കാൻ വേണ്ടി ആ കണ്ണുകൾ കാത്തിരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ആ പ്രഭ ഞാൻ കാണിച്ചു കൊടുത്തു. അരൂപിയാൽ പ്രേരിപ്പിക്കപ്പെട്ടു എന്ന് സുവിശേഷം പറയുന്നു. പരിശുദ്ധാരൂപി എന്ന പരിപൂർണനായ ഒരു സ്നേഹിതനാണെന്ന് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, എങ്ങനെയുള്ള ഒരു വഴികാട്ടി, എപ്രകാരമുള്ള ഗുരു! പരിശുദ്ധാരൂപിയെ അവർ സ്നേഹിക്കുകയും അവിടത്തോട് സഹായത്തിന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹം, പ്രകാശത്തിൻ്റെ പ്രകാശം, അഗ്നിയുടെ അഗ്നി, ഈ ബുദ്ധി, ഈ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ എത്രയധികമായി അവർ അറിയുമായിരുന്നു. നോക്കൂ മേരി, എൻ്റെ മകളെ ശ്രദ്ധിക്കൂ. പ്രകാശം കാണുന്നതിന് മുൻപ്, ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുന്നതിന് മുൻപ് ശിമിയോൻ തൻ്റെ സുദീർഘമായ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും സംശയിച്ചില്ല. ഒരിക്കൽ പോലും അദ്ദേഹം തന്നോട് തന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും കഴിയുന്നത് വെറും നിഷ്ഫലമാണ്. അദ്ദേഹം ധീരതയോടെ കാത്തിരുന്നു.
അങ്ങനെ പുരോഹിതനാകട്ടെ അഹങ്കാരികളും മന്ദഹൃദയരുമായ സൻഹൃദീൻ സഭാംഗങ്ങളാകട്ടെ കാണാൻ കഴിയാതിരുന്നത് കാണാൻ അദ്ദേഹം അർഹനായി. ദൈവത്തിൻ്റെ പുത്രൻ മിശിഹ ഒരു ശിശുവിൻ്റെ മാംസം ധരിച്ച് തനിക്ക് പുഞ്ചിരി സമ്മാനിച്ച് തന്നെ തപ്തഹൃദയനാക്കിയ രക്ഷകനെ കണ്ടു. ഒരു കുഞ്ഞിൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പുഞ്ചിരി അദ്ദേഹത്തിന് ലഭിച്ചു. സത്യസന്ധവും ദൈവഭക്തി നിറഞ്ഞതുമായ ജീവിതത്തിന് ലഭിച്ച ആദ്യത്തെ സമ്മാനം. രണ്ടാമത്തെ പാഠം. അന്നയുടെ വാക്കുകൾ. പ്രവാചികയായ അവളും നവജാത ശിശുവായ എന്നിൽ മിശിഹായെ കണ്ടു. പ്രവാചിക എന്നുള്ള നിലയിൽ ഇത് അവൾക്ക് സ്വാഭാവികമായിരുന്നു. എന്നാൽ അവൾ എൻ്റെ അമ്മയോട് പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുക. വിശ്വാസത്താലും ഉപവിയാലും പ്രേരിതയായിട്ടാണ് അവൾ പറയുന്നത്. അന്ധകാരത്തിൻ്റെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കൾ ചഞ്ചലിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ഈ ദിവസം അവൾ മൊഴിഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് പ്രകാശം അരുളുന്നവയായി ഉപയോഗപ്പെടുത്തുക. രക്ഷകനെ നൽകിയവൻ തൻ്റെ ദൂതനെ അയച്ച് കണ്ണുനീരിനെ ആശ്വാസം പകരുവാൻ അശക്തനല്ല. ദൈവം സ്വയം ദാനം ചെയ്ത് സാത്താൻ നിങ്ങളിൽ ചെയ്ത വേലകൾ മായ്ച്ചു കളയാനാണെന്ന കാര്യം പരിഗണിക്കുക. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന സാത്താന്മാരെ പരാജയപ്പെടുത്താൻ ദൈവത്തിന് കഴിവില്ലെന്ന് വരുമോ? ഈ സാത്താന്മാരെ പരാജയപ്പെടുത്താൻ ദൈവത്തിന് കഴിവില്ലെന്ന് വരുമോ? നിങ്ങളുടെ നിരവധിയായ തെറ്റുകുറ്റങ്ങൾ നിമിത്തം കുപിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ കാർക്കശ്യം ഒരു പുഞ്ചിരിയായി മാറാൻ ധീരമായ വിശ്വാസം മതി. അതിരുവയ്ക്കാത്ത വിശ്വാസം നിമിത്തം അവിടുന്ന് നിങ്ങൾക്ക് പാപപ്രതി നൽകും. അങ്ങനെ നിങ്ങൾ തന്നെ വരുത്തിവെച്ച ഈ രക്തപ്രളയത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകി തൻ്റെ കൃപയാകുന്ന മഴവില്ല് അവിടുന്ന് ലോകത്തിൽ ഉദിപ്പിക്കും. ഓർമ്മിക്കൂ, ജലപ്രളയത്താൽ മനുഷ്യകുലത്തെ ശിക്ഷിച്ച ശേഷം പിതാവായ ദൈവം തന്നോട് തന്നെയും നോഹയോടും പറഞ്ഞു, ജനനം മുതൽ ഹൃദയത്തിൽ തിന്മ വളർത്തുന്ന മനുഷ്യൻ നിമിത്തം ഇനി ഒരിക്കലും ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല. ഇനി ഒരിക്കലും ജീവനുള്ള സകലതിനെയും ഞാൻ നശിപ്പിക്കുകയില്ല. ആ വാക്കിനോടവൻ വിശ്വസ്തനായിരുന്നു. വീണ്ടും ഒരു ജലപ്രളയം അവിടുന്ന് അയച്ചില്ല. എന്നാൽ നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തോടും നിങ്ങളോട് തന്നെയും പറഞ്ഞിരിക്കുന്നു, ഈ പ്രാവശ്യം ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ, ഈ പ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കുകയാണെങ്കിൽ ഇനിയൊരിക്കലും ഞങ്ങൾക്ക് യുദ്ധമുണ്ടാകുകയില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴും കൂടുതൽ ഭീകരമായ യുദ്ധങ്ങൾ നടത്തി. അതോ എത്ര പ്രാവശ്യം? ഓ കാപട്യം നിറഞ്ഞ മനുഷ്യർ, ദൈവത്തെ ബഹുമാനമില്ലാത്തവർ, തങ്ങളുടെ തന്നെ വാക്കിനെ മാനിക്കാത്തവർ. എങ്കിൽ പോലും ദൈവം ഒരിക്കൽ കൂടി നിങ്ങളെ സഹായിക്കും. വിശ്വാസത്തോടും തീക്ഷ്ണമായ സ്നേഹത്തോടും കൂടി വിശ്വാസികളുടെ വലിയ സമൂഹങ്ങൾ അവിടത്തോട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ആകുലതകൾ അവിടുത്തെ പാദാന്തികത്തിൽ അർപ്പിക്കുക. ദൈവകോപത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന അനേകം പേർക്കെതിരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന നിങ്ങളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഭീകരതകൾ ദിവസം തോറും കൂടിക്കൂടി വരുന്നെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യാശയുള്ളവരായിരിക്കുക. ലോകത്തിലേക്ക് രക്ഷകനെ അയച്ചതുപോലെ ദൈവം തൻ്റെ ദൂതനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. ഒട്ടും ഭയപ്പെടേണ്ട. കുരിശിനോട് ചേർന്ന് ഒന്നായിരിക്കുക. അത് പിശാചിൻ്റെ കെണികളെ എല്ലായ്പ്പോഴും തോൽപ്പിച്ചിട്ടുണ്ട്. പിശാച് തനിക്ക് കീഴ്പ്പെടാൻ കഴിയാത്ത ഹൃദയങ്ങളെ നിരാശയിലേക്ക് വീഴിച്ച് ദൈവത്തിൽ നിന്നകറ്റാൻ ശ്രമിക്കുന്നു. അതിനുള്ള ഉപകരണമായി മനുഷ്യരുടെ ക്രൂരതയും ജീവിതത്തിലെ ദുഃഖങ്ങളും അവൻ ഉപയോഗിക്കും.